നമസ്കാരം. ഷെക്കേന ന്യൂസിന്റെ 4 മണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഓരോ കാലവർഷവും കുട്ടനാടിന് കണ്ണീരായി മാറുകയാണ്. ഈ 2026 പ്രളയസമാനമായിട്ടുള്ള സാഹചര്യം, മഴക്കെടുതികൾ, വലിയ രീതിയിലുള്ള ദുരന്തങ്ങളാണ് കുട്ടനാടിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. നിരവധി വീടുകളിലേക്ക് വെള്ളം കയറുന്നു. ഒപ്പം തന്നെ AC റോഡ്, കുട്ടനാടിന്റെ ജീവനാഡിയായിട്ടുള്ള AC റോഡ്, അത് വെള്ളം കയറുന്നു. ഈ അടുത്ത നാളുകളിലാണ് അത് പുനർനിർമ്മാണമൊക്കെ നടത്തി കോടികൾ ചെലവഴിക്കുന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയത്. പക്ഷെ അവിടെ വെള്ളം കയറുന്നു, റോഡ് തകർന്നു പോകുന്ന ഒരു അവസ്ഥ. ലക്ഷക്കണക്കിന് രൂപയുടെ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ അത് മഴവെള്ളം പോലെ ഇങ്ങനെ വെള്ളത്തിലായി മാറുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങ് കോട്ടയത്തും പത്തനംതിട്ടയിലും ഒക്കെ തോരാ മഴ പെയ്യുമ്പോൾ കുട്ടനാടുകാരുടെ നെഞ്ചിൽ തീയാണ്, ആശങ്കയാണ്. കുട്ടനാടിന് വേണ്ടത് എല്ലാ വർഷവും പ്രഖ്യാപിക്കപ്പെടുന്ന ദുരിതാശ്വാസമോ അതോ ഒറ്റത്തവണ ഉള്ള ഒരു ശാശ്വത പരിഹാരമോ? ഈ വിഷയങ്ങളാണ് ഇന്ന് ഷെക്കേന 4 മണി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇനി ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സെന്റ് ജോർജ് ചർച്ച് ചെമ്പക്കുളം ഇടവക വികാരി ഫാദർ തോമസ് താനിയത്ത്, ഒപ്പം തന്നെ റിട്ടയർഡ് ഡെപ്യൂട്ടി തഹസിൽദാർ ശ്രീ ആന്റണി അരൾച്ചിറ. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം തോമസ് അച്ഛാ, നിലവിലെ കുട്ടനാടിലെ സ്ഥിതി ഒന്ന് വിശദീകരിക്കാമോ? പലപ്പോഴും അവിടെയുള്ള വ്യക്തികളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഈ വർഷം 2018 സമാനമായിട്ടുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ തീവ്രമായിട്ടുള്ള രീതിയിലുള്ള കെടുതികൾ പലരെയും ബാധിക്കുന്നുണ്ട്. നാട് വിട്ടു പോകേണ്ട അവസ്ഥ, ചങ്ങനാശ്ശേരി സൈഡിലേക്കൊക്കെ പലരും ബന്ധുവീടുകളിലേക്കൊക്കെ പോകുന്നു. നിലവിലെ അവിടുത്തെ സ്ഥിതിഗതികൾ, ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാകുന്ന ദുരിതങ്ങൾ അങ്ങൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും നമ്മുടെ ഇപ്രാവശ്യം വെള്ളം അതിഭയാനകമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം, കിഴക്കൻ പ്രദേശങ്ങളില് പ്രത്യേകിച്ച് ആറന്മുള, റാന്നി ഭാഗത്തൊക്കെയുള്ള ഉരുൾപൊട്ടലും അതോടൊപ്പം തന്നെ ഡാമുകൾ തുറന്നു വിടുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വെള്ളം കുട്ടനാട്ടിലേക്ക് വരുന്നുണ്ട്. അതൊക്കെ ഇവിടെ വന്ന് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് വെള്ളം പൊങ്ങുകയും പ്രത്യേകിച്ച് ഒത്തിരിയേറെ ആളുകളുടെ വീടുകളിൽ വെള്ളം കയറുകയും ഒരുപക്ഷെ യാത്ര ചെയ്യാനോ നടന്നു പോകാനോ സാധിക്കാത്ത വിധത്തിലുള്ള വെള്ളം അതിഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഞാനായിരിക്കുന്ന ചമ്പക്കുളം അടുത്തുള്ള വടക്കേമച്ചേരി എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ. 2018 ശേഷം ഇത്രയും വെള്ളം വന്നിരുന്നില്ല. അപ്പൊ 2018 ശേഷം നമ്മൾ പല സന്ദർഭങ്ങളില് ചർച്ചകളിലൊക്കെ പറയുകയുണ്ടായി, നമ്മുടെ കുട്ടനാട്ടിൽ വെള്ളം സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യമല്ല. കാരണം എക്കല് വന്നടിയുകയും അതോടൊപ്പം തന്നെ മറ്റ് പായലും പോളയും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വെള്ളം ഒഴുകിപ്പോകാൻ ബുദ്ധിമുട്ട്. പിന്നെ ഈ മണല് വന്ന് അടിഞ്ഞതുകൊണ്ടുള്ള പ്രായോഗികമായിട്ട് വെള്ളം അവിടെ സ്റ്റോർ ചെയ്യാതെ പെട്ടെന്ന് ഒഴുകി വീടുകളിലും ഒക്കെ വരുന്ന ഒരു അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നത് ഇപ്രാവശ്യം കൂടുതൽ വെള്ളമാണ്, കഴിഞ്ഞ വർഷങ്ങളിലേക്കാളും കൂടുതൽ വെള്ളമാണ്. മനുഷ്യന് കൂടുതൽ അസൗകര്യങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും വെള്ളം കുറയുന്ന ഒരു സാഹചര്യമില്ല, വെള്ളം വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു തീർച്ചയായിട്ടും കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും, അപ്പർ കുട്ടനാടാണെങ്കിലും ലോവർ കുട്ടനാടാണെങ്കിലും വളരെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഒപ്പം തന്നെ ഇത് സമസ്ത മേഖലയിലും, കുട്ടനാടിന്റെ സമസ്ത മേഖലയിലും വളരെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നില്ലേ? സാമ്പത്തിക മേഖല തകരുന്നു, കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടുന്നു, പലരും ബന്ധുവീടുകളിലേക്ക് പലായനം ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥ, തൊഴിൽ മേഖല, നിർമ്മാണ മേഖല, സമസ്ത മേഖല ഒരു സ്തംഭനാവസ്ഥയിലേക്ക് പോകുന്നു. ഒരു നാടിന്റെ നട്ടെല്ല് തന്നെ തകർക്കുന്ന രീതിയിലല്ലേ ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഇത്തരത്തിലുള്ള മനുഷ്യരുടെ അല്ലെങ്കിൽ അധികൃതരുടെ, ഭരണാധികാരികളുടെ ഒരു പിടിപ്പുകേട് മൂലം ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രളയ സമാനമായിട്ടുള്ള അല്ലെങ്കിൽ പ്രളയപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള സ്ഥിതിഗതികൾ? അതെ, തീർച്ചയായിട്ടും പലപ്പോഴും ഗവൺമെന്റുകളും രാഷ്ട്രീയ നേതൃത്വങ്ങളും ഒക്കെ താൽക്കാലികമായിട്ടുള്ള സംവിധാനങ്ങളാണ് പലപ്പോഴും നിർവഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ കുട്ടനാട്ടിലെ MLA കുറെ നല്ല രീതിയിലൊക്കെ പ്രവർത്തിക്കുകയും അദ്ദേഹം പല കാര്യങ്ങളും ചെയ്യാനൊക്കെ ആയിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം വെള്ളം ഇങ്ങനെ വന്നെങ്കിലും ഒരു ദൂരവ്യാപകമായിട്ട് കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തെ പരിഹരിക്കത്തക്ക തരത്തിലുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും അത് നല്ല രീതിയിൽ അത് നടപ്പിലാക്കുകയും ചെയ്തുവെങ്കിൽ മാത്രമേ ഈ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഇപ്പം സാറ് പറഞ്ഞതുപോലെ താൽക്കാലികമായിട്ടുള്ള ഇപ്പൊ ക്യാമ്പുകളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ എല്ലാം നന്നായിരിക്കും. പക്ഷെ പലപ്പോഴും ഒരു വീട്ടിൽ നിന്ന് ഒരു കുടുംബം മാറിപ്പോകുമ്പോൾ അവരുടെ ഒരുപാട്
തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങള്, വസ്തുക്കള് നഷ്ടങ്ങള്, കന്നുകാലികള്, അതുപോലെയുള്ള പല തരത്തിലുള്ള നഷ്ടങ്ങളൊക്കെ ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതൊന്നും ഗവൺമെന്റിന് പരിഹരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നഷ്ടങ്ങളല്ല. അപ്പൊ അത് പരിഹരിക്കണമെങ്കിൽ ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ്. എനിക്ക് തോന്നുന്നത് നമ്മള് ഇപ്പം ഡാമുകളിലാണെങ്കിലും മണല് വന്ന് നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഡാമുകളിലെ മണലൊക്കെ മാറ്റുകയാണെങ്കിൽ അവിടെ കുറെ കൂടെ വെള്ളം സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ പുഴകളിലൊക്കെ ചില സ്ഥലങ്ങളിൽ അമിതമായിട്ട് മണല് വന്ന് നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ പുഴ നികന്നു പോയിരിക്കുകയാണ്, പുഴകളും തോടുകളും ഒക്കെ. അവിടെയൊക്കെ മണല് വാരാനും ചെളിയൊക്കെ വാരി മാറ്റാനും ഒക്കെ ഇവിടെ ആഴം കൂട്ടേണ്ട ആവശ്യമില്ല. മറിച്ച് ഇവിടെ അമിതമായിട്ട് വന്നിരിക്കുന്ന മണലോ അല്ലെങ്കിൽ ചെളിയോ അത് വാരി മാറ്റുകയാണെങ്കിൽ വെള്ളം കുറെ കൂടെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. കുറച്ചുകൂടെ എല്ലാം നമ്മൾ ക്ലീൻ ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതൊക്കെ ശരിക്കും സമയബന്ധിതമായിട്ടും പരിഹരിക്കണം. ഇത് പലപ്പോഴും ഉള്ളൊരു കുഴപ്പം, ഈ വെള്ളപ്പൊക്കം ആകുമ്പോഴത്തേക്കിന് കുറെ കാര്യങ്ങള് ആർക്കാണ്ടും വേണ്ടി ചെയ്തു കൂട്ടുന്ന ഒരു രീതിയാണ് പലപ്പോഴും ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ നമുക്കിവിടെ വെള്ളപ്പൊക്കം നമുക്കൊരു ജൂൺ മാസം തൊട്ട് മഴ ആരംഭിക്കുന്നുണ്ട്. ഇപ്രാവശ്യം ജൂണിൽ അധികം മഴയില്ലായിരുന്നു. എങ്കിൽ പോലും മഴ പെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മുടെ തോട്ടപ്പള്ളി സ്പിൽവേയിലെ പൊഴി തുറക്കുകയും അവിടെ സൗകര്യമായിട്ട് വെള്ളം ഒഴുകി പോകത്തക്ക രീതിയിൽ നേരത്തെ തന്നെ കാലേ കൂട്ടി തന്നെ കാര്യങ്ങൾ ക്രമീകരിക്കുകയാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുകൾ വരത്തില്ല. അതോടൊപ്പം തന്നെ തണ്ണീർമുക്കത്താണെങ്കിലും ഒക്കെ അവിടെയും വെള്ളം ഇറങ്ങിപ്പോകാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ, അപ്പൊ അതൊക്കെ പരിഹരിച്ചുകൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും പറ്റും. പിന്നെ നമ്മൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, ഈ കഴിഞ്ഞ വർഷവും അതിന്റെ മുൻ വർഷത്തും ഒക്കെ നമ്മൾ മെക്കനൈസ്ഡ് മോട്ടോറുകൾ വെള്ളം നമ്മുടെ ഇവിടെ നിന്നും കടലിലേക്ക് പോകത്തക്ക രീതിയിൽ വെള്ളം മോട്ടോർ കൊണ്ട് ഹൈ പവർ മോട്ടോർ കൊണ്ട് അടിച്ചു കളയത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന് നമ്മൾ എനിക്ക് തോന്നുന്നൊരു 3 വർഷമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതൊന്നും ഇതുവരെ ആയിട്ടും ഒരു നടപ്പിലാക്കാനായിട്ടുള്ള സാഹചര്യം ഗവൺമെന്റിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, ഈ ഗവൺമെന്റിന് മാത്രമേ ഈ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തെ പരിഹരിക്കാനായിട്ട് സാധ്യത, അല്ലെങ്കിൽ വ്യക്തികളോ സംഘടനകളോ വിചാരിച്ചാൽ നടക്കത്തില്ല. പക്ഷെ ഗവൺമെന്റ് മുന്നോട്ട് വന്ന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം, വെള്ളം ഇതുപോലെ കുട്ടനാട്ടിൽ വന്ന് നിറയാൻ ഇടയാവാത്ത അവസ്ഥ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ കുട്ടനാട്ടുകാർക്ക് സൗകര്യപ്രദമായിട്ട് സമാധാനത്തോടുകൂടെ കുട്ടനാട്ടിൽ ജീവിക്കാനായിട്ട് സാധിക്കൂ. വളരെ വ്യക്തമാണ് അച്ഛൻ, വളരെ വ്യക്തമായിട്ട് അവിടുത്തെ സാഹചര്യങ്ങൾ വിശദീകരിച്ചു. ആന്റണി സാർ, നമുക്കറിയാം പലപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട്, കുട്ടനാട്ടിൽ ഇങ്ങനെ പ്രഖ്യാപനങ്ങൾ ഒഴുകുന്നുണ്ട്, പക്ഷേ മഴവെള്ളം മാത്രം ഒഴുകി പോകുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഈ ഒരു കാലഘട്ടത്തിലും ഇത്തരത്തിൽ മഴയെ പേടിച്ച് ഒരു ജനത ജീവിക്കേണ്ടി വരുന്നത് ആധുനിക കേരളത്തിന് അത്ര അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമല്ല. ഈ മഴക്കെടുതി എന്ന് പറയുന്നത് കുട്ടനാടിൽ സംഭവിക്കുമെന്നതൊരു യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രതിഭാസമല്ല എന്നതും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായ, അതിന്റെ മുൻ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള ദുരിതങ്ങൾ കൃത്യമായിട്ടും ഈ ഒരു ആസൂത്രണം ഇല്ലായ്മയുടെയും ഒരു പിടിപ്പുകേടിന്റെയും വളരെ വ്യക്തമായിട്ടുള്ള ഉദാഹരണങ്ങൾ തന്നെയല്ലേ കുട്ടനാട്ടിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആന്റണി സർ. വീണ്ടും ഒരു വെള്ളപ്പൊക്ക കാലത്തിലൂടെയാണ് കുട്ടനാട് കടന്നു പോകുന്നത്. ദുരിതം സർക്കാർ സ്പോൺസേഡ് ദുരന്തമായി മാറുന്ന ഒരു ദേശമാണ് കുട്ടനാട്. വെള്ളപ്പൊക്കം കുട്ടനാട്ടുകാരെ പേടിപ്പിക്കുന്ന ഒന്നല്ല. എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായുള്ള സർക്കാരിന്റെ പിടിപ്പുകേട് കുട്ടനാടൻ ജനതയെ പീഡിപ്പിക്കുകയും പേടിപ്പിക്കുകയും ചെയ്യുന്നു. വെള്ളത്തിലെ വര പോലെയാണ് കഴിഞ്ഞ 10 വർഷത്തോളമായി കുട്ടനാടിനെ സംബന്ധിച്ചുള്ള പദ്ധതികളുടെ പോക്ക്. വെള്ളത്തിലെ വര മാഞ്ഞു പോകുന്നത് പോലെ പ്രഖ്യാപനങ്ങൾ മാത്രമായിട്ട് മുന്നോട്ട് പോവുക. ഒരു പരിധിവരെ പിടിപ്പുകേടിന്റെ മനുഷ്യനിർമ്മിത പ്രളയം എന്ന് വിശേഷിപ്പിക്കാവുന്ന 2018 പ്രളയത്തിന് ശേഷം 8 വർഷങ്ങൾ പൂർത്തിയാകുമ്പോഴും കുട്ടനാടിന്റെ സാഹചര്യത്തിന് ഒരു മെച്ചപ്പെടലും ഉണ്ടായിട്ടില്ല. അതിന്റെ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് നോക്കണം. വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അതിന് പ്രധാന കാരണം കുട്ടനാട്ടിലെ നദികളും തോടുകളും കായലുകളും അതിന്റെ സംഭരണ ശേഷിയുടെ, അല്ലെ അതിന്റെ ജലവാഹക ശേഷിയുടെ കാര്യത്തിൽ 1/3 കുറഞ്ഞിരിക്കുന്നത്.
ഏകദേശം 4 പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് കുട്ടനാട്ടിലെ നദികൾക്കും കായലുകൾക്കും സംവഹിക്കാൻ പറ്റിയിരുന്ന വെള്ളത്തിന്റെ 1/3 ഭാഗം മാത്രമാണ് ഇന്ന് കുട്ടനാട്ടിലെ നദികളും കായലുകളും സംവഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എതിർക്കാൻ പറ്റുമോ? അത് ഔദ്യോഗിക സ്റ്റഡികളുടെ റിസൾട്ടാണ് പറഞ്ഞത്. കുട്ടനാട്ടിലെ നദികൾക്ക് ഇന്ന് പണ്ട് വഹിച്ചിരുന്ന, അല്ലെ ഒരു 4 പതിറ്റാണ്ടിന് മുൻപ് വഹിച്ചിരുന്ന വെള്ളത്തിന്റെ 1/3 വഹിക്കാൻ പറ്റുന്നുള്ളൂ. ഇവിടെ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് എന്ത് എന്നുള്ള ചോദ്യത്തിന്റെ ഏക ഉത്തരമാണ് ഞാൻ ഈ പറഞ്ഞത്. ഉദാഹരണത്തിന് 100 ലിറ്റർ ശേഷിയുള്ള ഒരു വാട്ടർ ടാങ്കിൽ നമ്മൾ അതിന്റെ 60% അല്ലെ 65% ഭാഗത്ത് കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ചു കഴിഞ്ഞ് അതിലേക്ക് 100 ലിറ്റർ വെള്ളം ഒഴിക്കാൻ നോക്കിയാൽ 35-40 ലിറ്റർ വെള്ളമേ അതിൽ കൊള്ളൂ. അത് തന്നെയാണ് കുട്ടനാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് പണ്ട് എല്ലാ വർഷവും തുടർച്ചയായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായാലും ഇതുപോലെ വെള്ളത്തിന്റെ ദുരിതം കുട്ടനാട്ടുകാർക്ക് ഉണ്ടായിരുന്നില്ല? കാരണം ഇവിടുത്തെ നദികൾക്ക് വാഹകശേഷി ഉണ്ടായിരുന്നു. വന്നതുടൻ തന്നെ ഒഴുകിപ്പോകുമായിരുന്നു. പുരയിടങ്ങളിലേക്ക് കയറിയാലും 1-2 ദിവസം കൊണ്ട് ഇത് ഒഴുകിപ്പോകുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സംഭവം അതല്ല. ആഴ്ചകളോളം കിടക്കുക. വെള്ളപ്പൊക്കം, ദുരിതം കുട്ടനാട്ടുകാരെ ദുരന്തത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരവസ്ഥയാണ്. ഇതിന്റെ കാരണം ഇവിടുത്തെ നദികളുടെയും കായലുകളുടെയും ആഴം കുറഞ്ഞു. ഇത് കൃത്യമായിട്ട് 2018 മുതൽ എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. പക്ഷെ ഇതറിയാൻ വയ്യാത്ത ഒരു കൂട്ടരെന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണത്തിലിരിക്കുന്നവരാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ നദികളുടെ അടിയിൽ എക്കലും ഊളയും പ്ലാസ്റ്റിക്കും മറ്റ് ഐറ്റങ്ങളെല്ലാം കൂടെ ഏകദേശം ഒരു കോൺക്രീറ്റ് അവസ്ഥയിലായിരിക്കുക. ഇത് നദിയിലെത്തുന്ന വെള്ളം താഴേക്ക് ഊർന്നിറങ്ങുന്നതിനോ അതിന് സാധിക്കാതെ വരികയും അതുപോലെ തന്നെ ഈ വരുന്ന വെള്ളത്തെ എത്രയും വേഗം തന്നെ കടത്തിവിടാതെ മറ്റു പ്രദേശങ്ങളിലേക്ക് പരത്തി ഒഴുക്കാനും ഇതിനൊരു കാരണമായി വരുന്നുണ്ട്. ഈ ഭൂമിയിലേക്ക് പോകാതെ മുഴുവൻ വെള്ളവും പരത്തി ഒഴുകി ഈ പുരയിടങ്ങളിലും കൃഷിയിടങ്ങളിലേക്കും കയറുകയും അത് കുട്ടനാട്ടിലെ ആഴ്ചകളോളം കിടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ തടാകമാണല്ലോ വേമ്പനാട്ട് കായൽ. അതിന്റെ വാഹകശേഷിയും അതിന്റെ വിസ്തൃതിയും കുറയുന്നുണ്ട്. വാഹകശേഷി നേരത്തെ കുട്ടനാട്ടിലെ നദികളുടെ കാര്യങ്ങൾ പറഞ്ഞതുപോലെ 70% കുറഞ്ഞെന്നാണ് പറയുന്നത്. ഇനിയും മറ്റൊരു കാര്യം പറയാം. കേരളത്തിലെ ഡാമുകളിൽ വെള്ളമില്ലാത്തതിനാൽ വൈദ്യുതി പ്രതിസന്ധി നേരിടുന്നു എന്ന് 2 ആഴ്ച മുമ്പാണ് നമ്മുടെ വൈദ്യുതി മന്ത്രി പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ 2 ആഴ്ചയ്ക്ക് ഇപ്പുറം നമ്മുടെ പല ഡാമുകളും തുറന്നു വിട്ടുകൊണ്ടിരിക്കുക. ഈ 1 ആഴ്ചയോ 2 ആഴ്ചയോ പെയ്താൽ നിറയുന്ന ഡാമുകളാണോ നമുക്കുള്ളത്? അല്ല. അവിടെ പ്രധാനമായിട്ടുള്ള കാര്യം അതിന്റെ അടിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണും കല്ലും എടുത്തു മാറ്റാത്തത് കൊണ്ടാണ്. ഇതിന്റെ പിന്നിൽ ഒരു വലിയ ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയും, ഒരു ദേശവിരുദ്ധ ലോബിയാണ് അവിടെ ഉള്ളത്. അവിടെ ചില അവിശുദ്ധ ബന്ധങ്ങൾ. കാരണം ഈ നദികളിലെയും അതുപോലെ ഡാമുകളിലെയും മണ്ണും കല്ലും എടുത്തു മാറ്റി അത് സർക്കാരിന്റെ ശേഷി, സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് മാറ്റാൻ സാഹചര്യം ഉണ്ടായിരിക്കെ അങ്ങനെ ചെയ്യാതെ നാട്ടിൽ വെള്ളപ്പൊക്കം സൃഷ്ടിക്കുന്ന മനുഷ്യനിർമ്മിതമായ വെള്ളപ്പൊക്കങ്ങളും പ്രളയം നിർമ്മിക്കുന്ന അല്ലെ സൃഷ്ടിക്കുന്ന ഒരു പറ്റം ആളുകളാണ് ഇവിടെ ഈ ദുരന്തങ്ങൾക്കും ദുരിതങ്ങൾക്കുമെല്ലാം കാരണം. ഈ അവിശുദ്ധ ബന്ധമെന്ന് തന്നെ ഞാൻ വേണേ പറയും. കാരണം ഇവിടെ ഇത്ര നാളുകളായിട്ട് തന്നെ പറയുന്നുണ്ട് ഈ ഡാമിലെ മണ്ണെടുത്ത് മാറ്റണം, അല്ലെ നദികളിലെ ആഴം വർദ്ധിപ്പിക്കണം. എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല? ഇത് മറ്റാർക്കോ വേണ്ടി, മറ്റു പലരും പറയുന്നത് പോലെ ആർക്കോ വേണ്ടി എന്തൊക്കെയോ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട്. എടുത്തു പറയട്ടെ, 2018 മുതൽ കുട്ടനാടിനെ ഉത്തരവാദിത്തപ്പെട്ടവരിൽ കാണുന്നത് അല്ലെങ്കിൽ പരിഗണിക്കുന്നത്. വെള്ളത്തിൽ വരച്ച വര പോലെ കുറെ പദ്ധതികൾ പറയും, യാതൊരു നേട്ടവും അങ്ങനെ ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ട്? സർക്കാരിന്റെ സാമ്പത്തിക സുസ്ഥിതിക്കും കേരളത്തിലെ പല പ്രദേശങ്ങളിലെ വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതിനും അനുയോജ്യമായ ഈ കാര്യങ്ങൾ, ഈ മണ്ണെടുപ്പും നദികളിലെ ആഴം കൂട്ടലും എത്തുന്നില്ല. ഇവിടെ സാൻഡ് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട്, സർക്കാർ തലത്തിൽ തന്നെയുള്ളത്. അതിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നതിൽ കുട്ടനാട്ടിലെ നദികളിൽ നിന്നും മണ്ണെടുത്ത് മാറ്റണമെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? ആ 2 കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്ന വെറുതെ ഒന്നുമല്ല. കുട്ടനാടിന്റെ സാമ്പത്തിക സ്ഥിതി, അതോടൊപ്പം തന്നെ കുട്ടനാടിന് തനതായി ഉണ്ടായിരുന്ന ഒരു കാർഷിക സംസ്കാരം. ഇതിന്റെ കേരളത്തിലെ കാർഷിക സംസ്കാരത്തിന് ഇത്ര പേര് കേട്ടെന്ന് പറഞ്ഞാൽ സഹകരണത്തിന്റെ കൃഷിയിടമാണ് കുട്ടനാട്. ഈ കുട്ടനാടിന്റെ ആ സാമ്പത്തികവും സഹകരണവും അതോടൊപ്പം തന്നെ
വളർച്ചയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു പ്രത്യേക സംസ്കാരവും സഹകരണത്തിന്റെ സംസ്കാരവും നിലനിന്നിരുന്ന കുട്ടനാട് ഇന്ന് അതിൽ നിന്നും മാറിപ്പോകുന്നെങ്കിൽ അതിന്റെ ഒന്നാമത്തെ പ്രതി അല്ലെ അതിന്റെ കാരണക്കാർ ഉത്തരവാദിത്തപ്പെട്ട ഇടങ്ങളിൽ ഇരിക്കുന്നവരാണ് എന്ന് ഓരോ കുട്ടനാട്ടുകാരനും ബോധ്യമുണ്ട്. ചില പ്രതീക്ഷകളൊക്കെ നാം വിട്ട് വരുന്നുണ്ട്. കാരണം കുട്ടനാടിനെ പറ്റി പഠിച്ചറിഞ്ഞ ഒരു പുതിയ ജനപ്രതിനിധി കേരളത്തിൽ കുട്ടനാടിന് എത്തിയിട്ടുണ്ട് എന്നൊരു പ്രതീക്ഷയാണ്. പക്ഷേ എന്നാലും ഉത്തരവാദിത്തപ്പെട്ട ഇടങ്ങളിൽ നിന്ന് വ്യക്തമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഒരു വ്യക്തിക്കോ അല്ലെ ചില പ്രസ്ഥാനങ്ങൾക്കോ സംഘടനകൾക്കോ മാത്രം കുട്ടനാടിനെ രക്ഷപ്പെടുത്താനാവില്ല. ഇത് കുട്ടനാടിന്റെ സംസ്കാരത്തെ തന്നെയാണ് ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് മാറ്റം വരണം, അടിയന്തരമായ നടപടികൾ ഉണ്ടാവണം. വരും വർഷങ്ങളിലും വെള്ളപ്പൊക്കം പ്രതീക്ഷിച്ച് അല്ലെ വെള്ളക്കെട്ട് പ്രതീക്ഷിച്ച് ദുരിതത്തിലാവാൻ കുട്ടനാട്ടുകാര് എന്തെങ്കിലും പരീക്ഷണശാലയിലെ ഗിനിപ്പന്നികളോ എലികളോ അല്ല എന്നുള്ള കാര്യം ഉത്തരവാദിത്തപ്പെട്ടവരറിയണം. കാരണം കുട്ടനാട്ടിൽ ഈ വെള്ളപ്പൊക്കം കുട്ടനാട്ടുകാർക്ക് പേടിയില്ല. കാരണം കുട്ടനാട്ടുകാർ ജനിച്ചു വളർന്നത് തന്നെ ഈ പ്രകൃതിയോട് മല്ലടിച്ചും പോരടിച്ചും കൃഷി ചെയ്ത അവർക്ക് യാതൊരു പേടിയുമില്ല വെള്ളപ്പൊക്കത്തെ. പക്ഷേ ഈ മനുഷ്യനിർമ്മിതമായ വെള്ളപ്പൊക്കങ്ങളും പ്രളയങ്ങളും അവരുടെ സംസ്കാരത്തെയും ജീവിതത്തെയും വികാരങ്ങളെയും വിചാരങ്ങളെയും പോലും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക. അതിന് മാറ്റം വരണം. തീർച്ചയായും. ഒരു കാര്യം കൂടി ആന്റണി സർ, അങ്ങ് ഒരു റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ഇത്തരത്തിൽ ഇങ്ങനെ വർഷങ്ങളായി ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ആ നാടിനെ അങ്ങ് നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു, ഡെമോഗ്രഫിയെ തന്നെ അത് ബാധിക്കാനുള്ള സാധ്യതയില്ല. നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് കുട്ടനാട്ടിലെ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് നമ്മളവിടെ ഷെക്കേന ന്യൂസിന്റെ നേതൃത്വത്തിൽ ഒരു പ്രോഗ്രാം ഒക്കെ സംഘടിപ്പിച്ചു. ജനങ്ങൾ കണ്ണീരോടെയാണ് പല പ്രശ്നങ്ങളും പങ്കുവെക്കുന്നത്. യുവാക്കൾ നാട് വിടേണ്ട ഒരു അവസ്ഥ, നമുക്കറിയാം, വിവാഹാലോചനകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പല വിഷയങ്ങൾ. അപ്പൊ ഒരു നാടിന്റെ ഡെമോഗ്രഫിയെ തന്നെ അത് പയ്യെ പയ്യെ ഇങ്ങനെ കാർന്ന് തിന്നുകൊണ്ട് ഒരു നാടിനെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്കല്ലേ ഈ പ്രളയ ദുരിതങ്ങൾ കുട്ടനാടിനെ കൊണ്ടുചെന്ന് എത്തിക്കാനുള്ള ഒരു സാധ്യത? ഇവിടെ 2018 പ്രളയത്തിന് ശേഷം ഒരു 2-3 വർഷം 2019, 20, 21 വർഷങ്ങളിൽ കുട്ടനാട്ടിൽ നിന്ന് വലിയൊരു വിഭാഗം ആൾക്കാർ ഇവിടുന്ന് മാറി താമസിക്കുകയോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ള നിലയിൽ പല സ്ഥലത്തും വീട് വാങ്ങിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ 22 ശേഷം ഈ പറയുന്നത് പോലെ ഇപ്പൊ 26 വരെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ സംശയിക്കുന്നു. കാരണം ഇന്നലെ ഞാൻ AC റോഡിലൂടെ യാത്ര ചെയ്തപ്പോൾ വളരെയധികം ആളുകൾ, രോഗികളും വൃദ്ധരുമായിട്ടുള്ള ആളുകളെ ചങ്ങനാശ്ശേരി പോലുള്ള പ്രദേശങ്ങളിലേക്ക് രാവിലെ എത്തിക്കാനായിട്ടുള്ള ശ്രമം. വളരെ തിരക്കായിരുന്നു റോഡിൽ. വെള്ളക്കെട്ടിൽ പോലും വളരെ തിരക്കായിരുന്നു. അവിടെ പോകുന്ന ആളുകളിൽ ഭൂരിപക്ഷവും സംസാരിക്കുന്ന അല്ലെങ്കിൽ അവിടെ വാഹനം നിർത്തി വെള്ളത്തിൽ നിന്ന് കയറി റെസ്റ്റ് ചെയ്യുന്ന അവസരത്തിൽ സംസാരിക്കുന്നത് ഇനി ഇതൊരു സ്ഥിരം സംഭവമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് സെക്കൻഡ് ഓപ്ഷൻ എന്തെങ്കിലും കണ്ടെത്തണമെന്ന് ചിന്തിക്കുന്ന ഒരുപറ്റം ആളുകൾ. ഇവിടുന്നുള്ള കൊഴിഞ്ഞുപോക്ക് കുറഞ്ഞ ഒരു കാലമായിരുന്നു കഴിഞ്ഞ 2-3 വർഷം. അതിനു മുമ്പുള്ള 3 വർഷം 4 വർഷത്തോളം വലിയ തോതിലുള്ള കൊഴിഞ്ഞുപോക്ക് ഉണ്ടായിരുന്നു. അതിനൊരു കുറവ് അനുഭവപ്പെട്ടപ്പോഴാണ് വീണ്ടും ഈ വെള്ളപ്പൊക്കം എത്തിയിരിക്കുന്നത്. ഇത് വീണ്ടും കുട്ടനാട്ടിലെ ജനസംഖ്യയെ അല്ലെ ഇവിടെ നിലനിന്നിരുന്ന ഒരു സൗഹൃദ ഭൂമിയായിരുന്നു. ഇവിടെ ഞാൻ പറയും ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾപ്പെട്ട ആളുകളായിരുന്നു. ഇവരിവിടുത്തെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ജനസംഖ്യയിൽ തന്നെ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭൂമി ഓൺ ചെയ്യുന്നവരുടെ കാര്യത്തിൽ ചില കോർപ്പറേറ്റുകൾ കടന്നെത്തുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പല ലക്ഷ്യങ്ങളോടെയും മറ്റു ചിലരൊക്കെ കടന്നെത്തുന്നുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് എനിക്ക് തോന്നുന്നത് സർക്കാർ ഈ കുട്ടനാടിനെ പറ്റി കൃത്യമായ ഒരു പഠനം ഇതോടൊപ്പം നടത്തണം. ഈ നദികളിലെ അല്ലെ കായലുകളിലെ ആഴം കൂട്ടുന്നതിനോടൊപ്പം അടുത്ത ഒരു വർഷം അല്ലെ 6 മാസം കൊണ്ട് ഇന്നത് ചെയ്യും എന്നൊരു പദ്ധതി തന്നെ രൂപീകരിച്ച് അതോടൊപ്പം കുട്ടനാടിനെ പറ്റി ഒരു പഠനം നടത്തണം. ഇവിടുത്തെ ആളുകളുടെ വിവാഹ സാഹചര്യങ്ങളെ, ഇവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസ ഇതിനെപ്പറ്റി എല്ലാം കുട്ടനാടിന്റെ ഈ ക്രൈസ്തവരുടെ വിഭാഗത്തെ പറ്റി മാത്രമല്ലാതെ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗത്തിലെ അവരുടെ ദുരിതങ്ങളെ പറ്റി പഠിക്കാനായിരുന്നു JB കോശി കമ്മീഷൻ റിപ്പോർട്ട്. പക്ഷെ കുട്ടനാടിനെ പറ്റി പഠിച്ചപ്പോൾ കുട്ടനാട്ടിലെ എല്ലാവിധ ജനവിഭാഗങ്ങളുടെയും പ്രശ്നങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 43ഓളം നിർദ്ദേശങ്ങൾ കുട്ടനാടിന് വേണ്ടിയിട്ട് JB കോശി കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് നേരെ ചൊവ്വനെ മനസ്സിരുത്തി വായിച്ചിട്ട് അതിലെ പ്രധാന കാര്യങ്ങൾ നടപ്പിൽ വരുത്തിയാൽ കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾ തീരും. 100% കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾക്ക് തീർക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഏകദേശം 43ഓളം നിർദ്ദേശങ്ങൾ. ഈ നിർദ്ദേശങ്ങളിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന ഒന്നാണ് കുട്ടനാട്ടിലെ ജനസംഖ്യയിൽ വരുന്ന
കയറ്റിയിറക്കങ്ങളും ഇവിടെ നിന്നുള്ള കൊഴിഞ്ഞുപോക്കും പരിശോധിക്കുക. മറ്റൊന്ന്, ഇവിടുത്തെ നദികളുടെയും തടാകങ്ങളുടെയും കായലുകളുടെയും പ്രധാന തോടുകളുടെയും ആഴം കൂട്ടുക. അവിടെ പഴയ ആ സ്നേഹ സംസ്കൃതി നിലനിൽക്കണം. അത് നിലനിർത്താനാണ് കുട്ടനാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുള്ള സാഹചര്യം ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. ഇല്ലെങ്കിൽ വലിയ പോരാട്ടങ്ങളുടെ കാലഘട്ടമായിരിക്കും വരാനിരിക്കുന്നത് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, വളരെ വ്യക്തമാണ്. തോമസ് അച്ഛൻ, നമ്മൾ ലാസ്റ്റ് ആയിട്ട് നമുക്കറിയാം കുട്ടനാടിന്റെ വിഷയങ്ങൾ അല്ലെങ്കിൽ കുട്ടനാട് നേരിടുന്ന പ്രതിസന്ധികളിൽ അത് ഭരണതലത്ത് എത്തിക്കുവാൻ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് കത്തോലിക്ക സഭയാണ്. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഈ ദുരിതങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ സഭയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, സഹായ ഹസ്തങ്ങൾ എത്രത്തോളം ഒരു കൈത്താങ്ങാകാൻ, ആ ജനതയ്ക്ക് എത്രത്തോളം ഒരു കൈത്താങ്ങാകാൻ സഭയ്ക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ ഒരു വിഷയങ്ങൾ കുറെ കൂടെ നമുക്കറിയാം ഭരണം മാറിയിട്ടുണ്ട്. നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ പുതിയ ജനപ്രതിനിധികൾ അവിടെ വരുന്നു. അടുത്ത വർഷമെങ്കിലും ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ ആവർത്തിക്കാതിരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ എത്രത്തോളം ഒരു സമ്മർദ്ദ ശക്തിയാകാൻ, ഭരണ തലപ്പത്ത് എത്രത്തോളം സമ്മർദ്ദ ശക്തിയാകാൻ സഭയ്ക്ക് സാധിക്കും? തോമസ്. തീർച്ചയായിട്ടും നമ്മൾ ചങ്ങനാശ്ശേരി അതിരൂപത വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും കുട്ടനാടിന്റെ ശോചനീയാവസ്ഥ ഗവൺമെന്റ് തലത്തിൽ, ഇപ്പൊ മുൻ ഗവൺമെന്റ് തലത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ വളരെ നിവേദനങ്ങളും അത് ഗവൺമെന്റ് മനസ്സിലാകുന്ന തരത്തിലൊക്കെയുള്ള പല നീക്കങ്ങളും നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപത നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ഈ വെള്ളം പൊങ്ങിയ സമയത്ത് ചമ്പക്കുളത്ത് നമ്മുടെ സ്കൂളുകൾ, കത്തോലിക്ക സഭയുടെ സ്കൂളുകളൊക്കെ ക്യാമ്പുകൾക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ഇപ്പൊ കുറെ കുടുംബങ്ങൾ, എനിക്കൊന്ന് കുറെ കുടുംബങ്ങൾ ഇപ്പൊ തന്നെ നമ്മുടെ ചമ്പക്കുളത്തുള്ള സ്കൂളുകളിൽ ക്യാമ്പിലായിരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ആൾക്കാരൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെ രൂപതയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ഇടവകകൾ നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഞാൻ ഇന്ന് തന്നെ ഈ ചമ്പക്കുളത്ത് തന്നെ നമ്മുടെ ഈ പാടത്തിന്റെ ബണ്ടിലൂടെ ഞങ്ങളുടെ യുവജനങ്ങളുമായിട്ടൊരു 2-3 കിലോമീറ്റർ നടക്കുകയുണ്ടായി. ഇപ്പൊ മുട്ടിന് വേളിൽ വെള്ളമാണ്, ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല, പ്രായമുള്ളവരുണ്ട്, കുട്ടികളുണ്ട്. അങ്ങനെയുള്ള വല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും ഇപ്പം നമ്മുടെ ആന്റണി സാറ് പറഞ്ഞതുപോലെ ശരിക്കും നമ്മുടെ AC റോഡ് പണിതതിൽ വന്ന വീഴ്ച സംഭവിക്കാത്ത തരത്തില് വളരെ പഠനം നടത്തി, എനിക്കത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിനകത്ത് നേരിട്ട് ഇടപെടുകയും ഇവിടുത്തെ ആലപ്പുഴ ജില്ലയിലെ മന്ത്രിമാരും അതോടൊപ്പം തന്നെ MLA മാരും ഒക്കെ, ആലപ്പുഴ ജില്ലയിലെ മന്ത്രിമാരും MLA മാരും ഒക്കെ ആയിട്ട് സംസാരിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ നമ്മുടെ വിവിധ സംഘടനകളും ഒക്കെ പ്രവർത്തിക്കും, അവരുമൊക്കെ ആയിട്ടുള്ളൊരു ചർച്ച മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നടത്തി ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലീത്ത അഭിനന്ദ തോമസ് തറയിൽ പിതാവ് മന്ത്രിതലത്തിലൊക്കെ ഇതൊക്കെ സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ജനവിഭാഗത്തിന് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ശാശ്വതമായിട്ടുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മള് 700ഓളം കോടി മുടക്കിയാണ് AC റോഡ് പണി കഴിപ്പിച്ചത്. ഇന്നലെ ഞാനും ചങ്ങനാശ്ശേരിക്ക് പോകാനായിട്ടിടയായി. കിടങ്ങറായിൽ നിന്നും മനക്കച്ചിറ വരെ കംപ്ലീറ്റ് വെള്ളമാണ്. അപ്പം ഈ റോഡ് പൊക്കിയിട്ടോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് അതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടായിട്ടില്ല. ഇത്രയും കോടി രൂപ നമ്മൾ മുടക്കുകയും ചെയ്തു. അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? അതൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു വിലയിരുത്തല് ആവശ്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു തരത്തില് ചങ്ങനാശ്ശേരി അതിരൂപത എന്ത് കാര്യങ്ങൾക്കും സഹകരിക്കാനായിട്ട് എപ്പോഴും തയ്യാറാണ്. പ്രത്യേകിച്ച് കുട്ടനാട്ടിലെ നാനാ ജാതി മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി എപ്പോഴും നിലകൊള്ളുന്നതാണ് നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപത. തീർച്ചയായിട്ടും അഭിനന്ദ പിതാവും നമ്മുടെ ഈ കുട്ടനാട്ടിലുള്ള 70ഓളം ഇടവകളുണ്ട്. അവിടെയുള്ള എല്ലാ വികാരിമാരും എല്ലാവരും കുട്ടനാട്ടിലെ ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി എപ്പോഴും ജനങ്ങളോടൊപ്പമുണ്ട്. തീർച്ചയായിട്ടും ഗവൺമെന്റ് എടുക്കുന്ന ഏത് നല്ല കാര്യങ്ങൾക്കും തീർച്ചയായിട്ടും അതിരൂപതയിലെ വൈദികരും അഭിനന്ദ പിതാവും എല്ലാം എപ്പോഴും കൂടെയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആളുകൾക്കൊരു പ്രതീക്ഷ നൽകുന്ന തരത്തിൽ വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളോടും കൂടെ ഈ വെള്ളപ്പൊക്ക ഒഴിവാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മുടെ MLA വളരെ സജീവമായിട്ടുണ്ട് എങ്കിൽ പോലും അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അതിനകത്ത് ഇടപെടുകയും നല്ല രീതിയിൽ കുട്ടനാട്ടുകാർക്ക് ഒരു പ്രതീക്ഷയോടുകൂടെ കുട്ടനാട്ടിൽ തന്നെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നുകൂടിയാണ് എന്റെ പ്രത്യേകമായിട്ടുള്ള അഭ്യർത്ഥന.
തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ്. അടിയന്തര പ്രാധാന്യത്തോടു കൂടി തന്നെയുള്ള ഒരു ഇടപെടൽ ഭരണതലപ്പത്ത് നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതൊരു നാടിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതം തന്നെയാണ്. ഇനി ഒരു മഴക്കാലം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ദുരിതങ്ങളിലേക്ക് കുട്ടനാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ, കർഷകരെ തള്ളിവിടാതിരിക്കട്ടെ. ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാ വർഷവും ഇങ്ങനെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ അതിനേക്കാൾ ഉപരി ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാര പദ്ധതി കുട്ടനാടിന് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. മഴ പെയ്യുമ്പോൾ വാഗ്ദാനങ്ങളും മാറാതിരിക്കട്ടെ. മഴവെള്ളത്തോടൊപ്പം തന്നെ വാഗ്ദാനങ്ങളും ഇങ്ങനെ ഒഴുകിപ്പോകാതിരിക്കട്ടെ. കുട്ടനാടിന്റെ കണ്ണീരൊപ്പുവാൻ പുതിയ സർക്കാരിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ ആന്റണി അരുൾച്ചിറ, ഒപ്പം തന്നെ തോമസ് അച്ച, രണ്ടുപേർക്കും നന്ദി.